ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണ് മലയാളി ഫ്രം ഇന്ത്യ സിനിമ കാണാൻ സാഹചര്യം ഉണ്ടായത്. ഇന്നാണ് കണ്ടത്. അപ്പോൾ കുറേ നാളുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഫിലിമായിരുന്നു, പക്ഷേ കാണാൻ സാധിച്ചില്ല. പിന്നെ എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പം പ്രചരിച്ചു വരുന്ന കാര്യങ്ങൾ ഈ ഒരു സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ചതാണെന്നും മറ്റൊരാളുടെ തിരക്കഥ എടുത്ത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ സിനിമയൊന്ന് കണ്ടു കളയാമെന്ന് തോന്നി. അങ്ങനെയാണ് സിനിമ ഇന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് ആ വിഷയത്തെപ്പറ്റി പിന്നീട് സംസാരിക്കാം, അവസാനം സംസാരിക്കാം. അത് നമുക്ക് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നോ മോശമായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നെഗറ്റീവും പോസിറ്റീവും പറയാം. ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവിൽ നിന്ന് തുടങ്ങാം. ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും ചെറിയ ചെറിയ നെഗറ്റീവ് കാണും, പോസിറ്റീവും കാണും. അപ്പോൾ നെഗറ്റീവിൽ നിന്നാണ് പോസിറ്റീവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് സിനിമകൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്കിതിൻ്റെ ആദ്യത്തെ നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, അതായത് ഫസ്റ്റ് ഹാഫിലെ ഡയലോഗുകളാണ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ നിവിൻ പോളിയുടെ അമ്മയായിട്ട് അഭിനയിച്ച മഞ്ജു ചേച്ചി, പുള്ളിക്കാരി ഒരു 1000 വട്ടമെങ്കിലും നിൻ്റെ അമ്മയുടെ നേരെ, നിൻ്റെ അമ്മയുടെ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അരോചകമായിട്ടൊക്കെ തോന്നി. പിന്നെ മലയാളി എന്നിങ്ങനെ അരമണിക്കൂറിൽ ഒരു 15-20 വട്ടമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് രോമാഞ്ചം കൊള്ളുമെന്നാണ് ഇതിൻ്റെ തിരക്കഥാകൃത്തായ ഷാരിസ് മുഹമ്മദിൻ്റെ ഒരു ധാരണ. അതിപ്പം മാറിയിട്ടുണ്ടാവും. അതൊക്കെ കുറച്ച് അരോചകമായിട്ടൊക്കെ തോന്നി. പിന്നെ എൻ്റെ അടുത്ത നെഗറ്റീവ് എന്ന് വെച്ചാൽ ധ്യാൻ നിവിൻ പോളി കോംബോ. കാരണം കുറച്ച് പ്രതീക്ഷിച്ചു, അതിൻ്റെ ആയിരിക്കാം മിക്കവാറും. അപ്പോൾ എൻ്റെ മാത്രമാണ്. അപ്പോൾ അതത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതെന്തോ അരോചകമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്, അവരുടെ രണ്ടുപേരും കോംബോ. കാരണം കോമഡി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായാലും സീരിയസിലോട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴായാലും എനിക്ക് അത്ര പെർഫോമൻസിലൊന്നും രണ്ടുപേരുടെയും ഒട്ടും നിലവാരമില്ലാത്തതായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്ത്. പിന്നെ അതിനകത്ത് കുറച്ച് 4 സോങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 1-2 സോങ്സ് ഓക്കെയാണ്, പിന്നെ ബാക്കിയുള്ള സോങ്സ് എന്തിനാന്ന് പോലും അറിയത്തില്ല. കാരണം അതൊക്കെ നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേന് ഉള്ള മൂഡും കൂടെ പോകുന്നൊരു ഫീലൊക്കെ തോന്നി. എൻ്റെ അടുത്തിരിക്കുന്നൊരു പുള്ളി എന്താ പറയുക, പടം തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഉറങ്ങി. എ സിയിൽ നല്ല ഉറക്കമായിരുന്നു. പടം തീർന്നിട്ടാണ്, ഇൻ്റർവെല്ലിന് പോലും എനിക്ക് തോന്നുന്നു എണീച്ചില്ലെന്ന് തോന്നുന്നു. പടം തീർന്നിട്ടാണ് പുള്ളി ആ ഉറക്കത്തിൽ നിന്ന് എണീച്ചത്. ഫസ്റ്റ് ഹാഫ് ശരാശരിക്ക് താഴെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആദ്യം പറഞ്ഞു പോകുന്നതായാൽ പോലും, എൻ്റെ കോമഡി ആയാൽ പോലും, എൻ്റെ രാഷ്ട്രീയത്തിലൂടെ കടന്ന് മറ്റൊരു സംഭവത്തിലേക്ക് പോകുന്നതായാൽ പോലും അതൊക്കെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. കാരണം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു. അത് കുറച്ചും കൂടെ നല്ലതാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളറായേനെ എന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ മേക്കിങ് അതെനിക്ക് ഒട്ടും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. ഫസ്റ്റ് ഹാഫിൻ്റെ മേക്കിങ് എനിക്ക് ഒട്ടും രസിച്ചില്ല. കാരണം ഡിജോ ജോസിൻ്റെ തന്നെ ജനഗണമനയും ക്വിന്നും ഒക്കെ കണ്ടവർക്കറിയാം, മനസ്സിലായില്ലേ, ഈ മൂവിയുടെ മേക്കിങ്ങിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു നിലവാരമില്ലായ്മ മനസ്സിലാകും. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമുക്കിതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇതിൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ജേക്സ് ബിജോയുടെ മ്യൂസിക്കാണ്. കാരണം ചില സീനുകളൊക്കെ ഇങ്ങനെ താഴുമ്പോഴത്തേന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ പതുക്കെ പൊക്കിക്കൊണ്ട് പോകുന്നത് പോലെയൊക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതിൻ്റെ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്, എന്നാൽ മികച്ചൊരു സംഭവമൊന്നുമല്ല. സെക്കൻഡ് ഹാഫിൽ എന്താ പറയുക, ഒരു സർവൈവലും അതിലൂടെ കടന്നു പോകുന്ന ഇമോഷനും അതിലൂടെ കടന്നു പോകുന്ന ഹാപ്പിനെസ്സും അതിലൂടെ കടന്നു പോകുന്നൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ലതായിട്ടൊക്കെ തോന്നി. പിന്നീട് നിവിൻ പോളിയുടെ പെർഫോമൻസ് എടുത്താൽ പോലും ഫസ്റ്റ് ഹാഫിനേക്കാളും മെച്ചപ്പെട്ടത് സെക്കൻഡ് ഹാഫിലാണ്. കാരണം ഇമോഷണലായാൽ പോലും പുള്ളിയുടെ ഒരു സീൻ ടു സീൻ ട്രാവലായാൽ പോലും ഒക്കെ ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടൊക്കെ എനിക്ക് തോന്നി. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഹാഫിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം കോമഡി ഒരു കോമഡി ആയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ഇങ്ങനെ പർപ്പസ്ഫുള്ളി ആ കഥാപാത്രത്തിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്ക് ആ കഥാപാത്രത്തിനെ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആക്കി. മനസ്സിലായില്ലേ? ഫ്രീ ആക്കിയപ്പോഴത്തേക്ക് ആ കഥാപാത്രം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ആ കഥാപാത്രത്തിനാണ് അങ്ങനെ ഒരു പോകുന്ന ഫീലായിട്ടൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഫസ്റ്റ് ഹാഫും ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന സെക്കൻഡ് ഹാഫും ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം സംസാരിച്ച കാര്യത്തിലോട്ട് വരാം. അതായത് മറ്റൊരാളുടെ തിരക്കഥ എടുത്തിട്ടാണ് ഈ ഒരു സിനിമ മോഷ്ടിച്ചതാണെന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിക്ക് ചർച്ചയായി രൂക്ഷമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എന്താ പറയുക, ഇപ്പുറത്തുനിന്ന് ഒരാൾ പൊങ്ങും അപ്പുറത്തുനിന്ന് ഒരാൾ തിരിച്ചടിക്കും, ഇപ്പുറത്തുനിന്ന് ഒരാൾ പൊങ്ങും അപ്പുറത്തുനിന്ന് ഒരാൾ തിരിച്ചടിക്കും, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റൈറ്ററായ നിശാന്ത് ഗോയ
പുള്ളി ഈ ഒരു സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഈ ഒരു സിനിമ പ്രവചിക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ കയ്യിലുള്ള ഒരു ത്രെഡ് സംഭവങ്ങളൊക്കെ വെച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഞാൻ വായിച്ചതാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു സിനിമ കണ്ടതിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ത്രെഡും ഈ ഒരു സിനിമയുടെ ഒരു സിമിലാരിറ്റി എന്ന് വെച്ചാൽ ഒരു 60% എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 40% അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 60% എനിക്ക് ഫീൽ ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ആരുടെ തിരക്കഥയായാലും അവരുടെ അവകാശമില്ലാണ്ട് എടുക്കുമ്പം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ വിയർപ്പ് അയാൾ ആ ഒരു തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആഴ്ചകളൊക്കെ അത് ഉണ്ണാതെ ഉറങ്ങാതെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പുള്ളി ഈ ഒരു സിനിമ എടുത്തത്. ആ ഒരു തിരക്കഥ എഴുതി വെച്ചത്. അപ്പോൾ ഇതൊരു മറ്റൊരാൾക്ക് പറയുകയും അയാൾ വഴി മറ്റൊരാളുടെ ചെവിയിലെത്തുകയും അയാൾ വഴി വേറൊരാളുടെ ചെവിയിലെത്തുകയും ആ ഒരു സിനിമ വേറൊരു രൂപത്തിൽ സംഭവിക്കുകയും അതിന് വേണ്ട രീതിക്ക് ഒരു റെസ്പോൺസ് എതിർ ഭാഗത്തുള്ളവർ കാണിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സത്യം പുറത്തു വരട്ടെ. നിങ്ങൾ മോഷ്ടിച്ചെങ്കിൽ ഡിജോ ജോസ് ആയാലും ഷാഹിദ് മുഹമ്മദ് ആയാലും നിങ്ങൾ മോഷ്ടിച്ചെങ്കിൽ അത് സത്യസന്ധമായിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിലൊന്നും പറയണ്ട, പുള്ളിയുടെ മുന്നിൽ പറയുക. പുള്ളിക്ക് വേണ്ടുന്ന കോമ്പൻസേഷൻ നിങ്ങൾ കൊടുക്കാൻ അർഹരാണ്.